ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മെക്നോൺ വർക്ക്ഷോപ്പ് ഡേ 6. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോണത് നമ്മുടെ ഒരു കോഡിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന ബ്ലിങ്ക് നമ്മുടെ IoTയുടെ ബേസിക് ആയിട്ടുള്ള ഈ കോഡിന്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോണത്. ഓക്കെ, നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കോഡും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ് എന്തൊക്കെയാണ്, ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വൈഫൈയും കാര്യങ്ങളും കൺഫിഗർ ചെയ്യുക, അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തി തരണ പോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിവൈസ് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം ഞാൻ കോഡിൽ കിടക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു 1885 എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ഇതിൽ 1885 എന്ന് പറയുന്ന ഒരു IC വരുന്നുണ്ട്. അത് ഈ മൊഡ്യൂൾക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലാപ്ടോപ്പിന്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ഒക്കെ കത്തും. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിലൊരു ചെറിയ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിലിങ്ങനെ കുറേ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ഇത് കൊണ്ടുപോയിട്ട് ഒരാളുടെ കമ്പ്യൂട്ടർ കുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടർ കുത്തിയാൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതിൽ നമ്മുടെ CMD ഒക്കെ ഓപ്പൺ ആക്കി ആ സാധനങ്ങളൊക്കെ തുറന്ന് അങ്ങനെ വരുന്ന സംഭവമാണ്. ഓക്കെ, അതേപോലെ ഇത് വെച്ചിട്ട് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇല്ലീഗൽ പറഞ്ഞാൽ നമ്മൾ ജയിലിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് ജയിലിലാവാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് പറഞ്ഞു തരും. അപ്പോൾ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിനി പ്രോഗ്രാം നമുക്കിനി ഇതിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം #define blink print serial. ഇത് നമ്മുടെ സീരിയൽ മോണിറ്റർക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ കുറെ എഴുതി കാണിക്കൂലേ, ഇതാണ് സീരിയൽ മോണിറ്ററിന്റെ ഐക്കൺ. ഓക്കെ, ഈ ഐക്കണിലെ ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മഞ്ഞ കാണിക്കൂല, നോട്ട് ടു കണക്റ്റഡ് സെലക്ട് ബോർഡ് ആൻഡ് ഗോ ടു കണക്ട് ഓട്ടോമാറ്റിക്കലി, അത് കാണിക്കൂല. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തു, അതിന്റെ ആവശ്യമില്ല. അത് പ്രിന്റ് ചെയ്യാനുള്ളതാണ് ആ ഒരു ലൈൻ. ഓക്കെ, പിന്നെ #include ESP8266 wifi.h. ഓക്കെ, ഇതാണ് മെയിൻ ഭാഗം. ഓക്കെ, നമ്മുടെ ESP8266 വൈഫൈ ആക്കി കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ വൈഫൈ കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യണ പോർഷനാണ് ഇത്. ഓക്കെ, ESP8266.wifi.h. ഓക്കെ, അതേപോലെ ഈ #include blink symbol ESP8266.h. ഇത് രണ്ടൊരു ഹെഡർ ഫയൽസ് ആണ്. ഓക്കെ, രണ്ടൊരു ലൈബ്രറിയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ബേസിക് പ്രൊജക്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്ലിങ്ക് എന്താണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്യാരക്ടർ ഓത്ത് യുവർ ബ്ലിങ്ക് ടോക്കൺ, നമ്മുടെ ബ്ലിങ്ക് എന്നൊരു ടോക്കൺ കിട്ടും. ഓക്കെ, നമ്മുടെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പിൽ നിന്ന് ഒരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ ആണ് ഇതാ ഇവിടെ കൊടുക്കേണ്ടത്. ഈ യുവർ ബ്ലിങ്ക് ടോക്കൺ എന്നുള്ള എടുത്ത് കളഞ്ഞിട്ട് ഞാൻ അവിടെ ഇപ്പോൾ കോഡ് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ആ ചെറിയ പോർഷൻ ഈ 2 ഡബിൾ കോഡ്സിന്റെ ഉള്ളിലുള്ള സാധനം എടുത്ത് കളഞ്ഞിട്ട് അവിടെ കോഡ് കൊടുക്കണം. ഓക്കെ, ഒതന്റിക്കേഷൻ ടോക്കൺ അല്ലെങ്കിൽ APK എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ SSID. ഓക്കെ, SSIDന്റെ അവിടെ ഞാൻ എൻ്റെ വൈഫൈയുടെ നെയിം കൊടുക്കുകയാണ്. എൻ്റെ വൈഫൈയുടെ പേര് FTTH A777. ഓക്കെ, അതാണ് എൻ്റെ വൈഫൈയുടെ പേര്. ഇനി ഈ പാസ്വേഡിൻ്റെ അവിടെ എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇതല്ല എൻ്റെ പാസ്വേഡ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് 8 ഡിജിറ്റ് പാസ്വേഡ് ഞാൻ കൊടുത്തു. ഓക്കെ, 8 കൂടുതലുണ്ടാവും. പിന്നെ ഇവിടെ ഈ ഓതന്റിക്കേഷൻ സെക്ഷൻ കഴിഞ്ഞു, ഇനീഷ്യലൈസേഷൻ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ആദ്യം ഈ ആദ്യം ഈ SSID വെച്ച് നമ്മുടെ വൈഫൈ കണക്ട് ആവും പാസ്വേഡൊക്കെ അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഓതന്റിക്കേഷൻ കോഡ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ശരിയല്ലെങ്കിലും ESP കടന്നോടും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇനീഷ്യലൈസേഷൻ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ DM അയക്ക്, കമന്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, പിന്നെ LED പിൻ ഈക്വൽ ടു D2-ൽക്കാണ് LED പിന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ESP8266ന്റെ D2-ൽക്കാണ് ഞാൻ LED-ക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തു. ഇനി വോയിഡ് സെറ്റപ്പ്. ഓക്കെ, ഈ വോയിഡ് സെറ്റപ്പിൽ സീരിയൽ ബിഗിൻ 9600. ഓക്കെ, ഇവിടെ അതെന്താന്ന് വെച്ചാൽ
ഞാൻ ഇപ്പോൾ ഈ സീരിയൽ മോണിറ്റർ ഇല്ലേ, സീരിയൽ ബിഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങണം. ഓക്കെ, സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അതിന്റെ ബോർഡർ റേറ്റ് സെറ്റ് ചെയ്തു, 9600 സെറ്റ് ചെയ്തു. ഞാൻ ഇവിടെ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ബോർഡ് കണക്ട് ആക്കി കഴിഞ്ഞാൽ ഈ ന്യൂ ലൈനിലുള്ള അവിടെ ബോർഡ് റേറ്റ് ആണ് കാണിക്കുക. ഓക്കെ, അത് നമുക്ക് 9600 സെലക്ട് ചെയ്യണം. നോർമലി 11520 അതും വരാറുണ്ട്. ഈ രണ്ടെണ്ണമാണ് മെയിൻലി നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്, സീരിയൽ മോണിറ്റർ ക്ലോസ് ചെയ്തു, അതിന്റെ ആവശ്യമില്ല. ഇനി അടുത്തത് നമ്മുടെ നോർമൽ ആർഡിനോ പ്രോഗ്രാമിംഗ്. ഓക്കെ, പിൻ മോഡ് LED പിൻ ഔട്ട്പുട്ട് സീരിയൽ ബിഗിന് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി പിൻ മോഡ് LED പിൻ ഔട്ട്പുട്ട്. LED എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ആണ്, അങ്ങോട്ട് കൊടുക്കല്ല ചെയ്യുന്നത്. LED നമ്മൾ ഇവിടുന്ന് സിഗ്നൽ കൊടുക്കുമ്പോൾ അങ്ങോട്ട് കത്ത് ചെയ്യുന്നത്. അപ്പോൾ LED പിൻ ഔട്ട്പുട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ക് ഡോട്ട് ബിഗിൻ, നമ്മളിവിടെ ബ്ലിങ്ക് സിമ്പിൾ ESP8266 എന്ന് കൊടുത്തിട്ടില്ലേ ഈ ഒരു ലൈൻ, അതിലത്തെ ആ ഒരു ലൈബ്രറിത്തെ കോഡാണ്, ആ ലൈബ്രറിത്തെ ലൈനാണ് ഇവിടെ ബ്ലിങ്ക് ഡോട്ട് ബിഗിൻ ഓത്ത് SSID പാസ്. അവിടെ ഇനീഷ്യലൈസ് ആവുകയാണ് എന്ത്, ഓതന്റിക്കേഷൻ കോഡ് ശരിയാണോ അതോ SSID ശരിയാണോ പാസ്വേഡ് ശരിയാണോ എന്ന് അത് നോക്കാനുള്ളതാണ്. അത് നമ്മുടെ സീരിയൽ മോണിറ്ററിൽ കാണിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ബ്ലിങ്ക് റേറ്റ് B0. നമ്മൾ ബ്ലിങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ V1 V2 V3 V0 എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ D2ലുള്ള ഡിജിറ്റൽ പിൻ 2ലുള്ള പിന്ന് എന്തിലേക്ക് പോകണം, V0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂക്കാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ഓക്കെ, V0 ആപ്പിൽ ഞാൻ ഈ D2 എന്ന് പറയുന്ന പിന്നിക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്ലിങ്ക് റേറ്റ് V0. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടൺ വിഡ്ജറ്റ് ആപ്പിൽ നമ്മൾ കൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഈ V0 എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻഡ് വാല്യൂ പാരാമീറ്റർ ഓക്കെ, പാരാമീറ്റർ ഡോട്ട് ആസ് ഇൻറ്റിജർ ഡിജിറ്റൽ റേറ്റ് LED പിൻ വാല്യൂ. ഓക്കെ, മീൻസ് ഇൻഡ് വാല്യൂ അവിടെ നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് ബ്ലിങ്ക് ആപ്പ് ഒന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാല്യൂ പാരാമീറ്റർ ആസ് ഇൻറ്റിജർ. ഓക്കെ, ഡിജിറ്റൽ റേറ്റ് LED പിൻ വാല്യൂ. ഈ വാല്യൂ എന്നുള്ള വേരിയബിൾ ഇല്ലേ, നമ്മൾ ബ്ലിങ്ക് റേറ്റ് V0 എന്ന് കൊടുത്തിട്ടില്ലേ, 1 വാല്യൂ ഇന്റെ വാല്യൂ 1 ആവും. ഓക്കെ, അപ്പൊ LED പിൻ 1. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണു. ഡിജിറ്റൽ റേറ്റ് LED പിൻ 1 ആവുമ്പോൾ ഇവിടെ LED ബ്ലിങ്ക് ആവും. ഓക്കെ, ഇനി 0 ആണെങ്കിൽ LED ഓഫ് ആവും. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ വോയിഡ് ലൂപ്പിൽ ബ്ലിങ്ക് റൺ ആയതുകൊണ്ട് ഇരിക്കുക. ഓക്കെ, ബ്ലിങ്ക് റൺ ആവുകയാണെന്നാണ് അവിടെ പറയണത്. ഓക്കെ, അപ്പോ നമ്മുടെ കോഡ് ഇത്രേ ഉള്ളൂ. ഈ ഡിജിറ്റ് സ്പാർക്ക് എന്നുള്ളതല്ല, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ കുഞ്ഞി ബോർഡ്, അതിൻ്റെയാണ് ഡിജിറ്റ് സ്പാർക്ക്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡിജിറ്റ് സ്പാർക്ക് സെലക്ട് ചെയ്യുന്നതിലേക്ക് ഡിജിറ്റ് സ്പാർക്ക് വേണമെന്നില്ല. അപ്പോൾ ഞാൻ ESP8266 ബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഒഴിവാക്കി. നമ്മൾ ESP32 യൂസ് ചെയ്യല്. ഓക്കെ, അപ്പോൾ ഇതിൽ കോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ അറിയാം. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മുടെ സിമ്പിൾ നമ്മുടെ ആർഡിനോ പ്രോഗ്രാമിംഗ് പോലെ തന്നെയാണ് ഇതും, ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ IoT ക്ലാസ് 2 ദിവസം കൂടി മാക്സിമം 2 ദിവസം ഓക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അവരുടെ വാല്യുബിളായ റിവ്യൂസ് പറയണം. എന്തായാലും AI ക്ലാസ് ഞാനാണ് എടുക്കുക. AI നമുക്ക് ഈ 7 ദിവസം 8 ദിവസം ഒന്നും ഉണ്ടാവില്ല. AI ക്ലാസ് പെട്ടെന്ന് കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് 10 ഡേ ആണെന്നാണ്. പക്ഷേ നമ്മൾ മാക്സിമം ചുരുക്കാൻ നോക്കിയിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ റിവ്യൂ പ്രകാരം അവർക്ക് ക്ലാസ് ഭയങ്കര ലെങ്ത് ആയി പോകുന്നുണ്ടെന്ന് പറയുന്നു. നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നോളജ് എത്തിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ AI ക്ലാസ് തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കും, ഫണ്ടമെന്റൽസ് ഓഫ് AI പഠിപ്പിക്കും. പിന്നെ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഓക്കെ, ഞാൻ ചെറിയൊരു AI നിങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ AI ടൂൾസ് ആണ്. ഓക്കെ, നമ്മുടെ CV കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് AI ടൂൾസ് ആണ്. അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കാം. ഓക്കെ, പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഷാനിബ് സാറാവും ക്ലാസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കോഡ് പറഞ്ഞുതരാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.